ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് 4th ഡേ ചലഞ്ചാണ്. അപ്പോൾ കൃത്യസമയം ഫുഡ് കഴിക്കുക. രാവിലെ ഒരു 8 to 9 മണിക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഉച്ചയ്ക്ക് 1 to 2 ഇടയിൽ ഉച്ചഭക്ഷണം കഴിക്കണം. ഒരു 4 to 5 മണിക്കിടയ്ക്ക് ഒരു സ്നാക്ക് ഐറ്റം കഴിക്കണം. അതുപോലെ രാത്രി 8 to 9 രാത്രിത്തെ ഭക്ഷണം കഴിക്കണം. എന്നിട്ടൊരു 1 മണിക്കൂർ കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഉറങ്ങുക. അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് അത് ദഹിക്കാനുള്ളൊരു സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുകയുള്ളൂ. 4 മണിക്ക് സ്നാക്ക് ഐറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈ പൊരിച്ച സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് അതായിരിക്കും കൂടുതലും ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ അത് റോ ആയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാലഡായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം. അതുമല്ലെങ്കിൽ ഈ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ നമുക്ക് പയർ വർഗ്ഗങ്ങളിങ്ങനെ വേവിച്ച് തരും. ചെറുപയർ, വൻപയർ, അങ്ങനെ കടല, അതൊക്കെ വേവിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം. കുട്ടികൾക്കായാലും കൊടുത്ത് ശീലിപ്പിക്കാം. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അപ്പോൾ മരച്ചിനി ആയാലും, അതായത് കപ്പയായാലും, കാച്ചിൽ, ചേന, ചേമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ വരുമ്പോൾ വാങ്ങിയിട്ട് വന്ന് അത് 4 മണിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത് കഴിക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ കാപ്പി, തേയില, ചായ അങ്ങനെ കുടിക്കുന്നത് നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷം കിട്ടും, ശരിയാണ്. പക്ഷെ അത് എല്ലിനൊക്കെ ഭയങ്കരമായിട്ടൊരു ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടുവരും. അതൊഴിവാക്കിയിട്ട് പാലായിട്ട് തന്നെ കുടിക്കുക. അതിൽ തേയില മിക്സ് ചെയ്യാണ്ട് പാലായിട്ട് തന്നെ കുടിക്കുക. പാലിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സും എന്തെങ്കിലും പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് മിക്സ് ചെയ്ത് കുടിക്കാം. അധികം ഷുഗറൊന്നും ചേർക്കാണ്ട് കുടിക്കാം. ഷുഗർ ചേർക്കാതിരിക്കുന്നത് ബെറ്റർ. ഓക്കെ. ഈ ഹോർലിക്സ്, ബൂസ്റ്റ് ഇതൊന്നും ചേർക്കാതിരിക്കുക. ഇതിലൊക്കെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. പിന്നെ പാലുൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക. ഓക്കെ. ഇപ്പോൾ തൈരുണ്ട്, നെയ്യ്, പനീർ നല്ലതാണ്. അപ്പോൾ പാലുൽപ്പന്നങ്ങൾ ദിവസം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുട്ടയും ഉൾപ്പെടുത്തുക. പിന്നെ നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതലും ഫിഷ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് മറ്റുള്ള മീറ്റ് ഐറ്റംസ് കുറയ്ക്കുക. ഓക്കെ. കൂടുതലും വെജായിട്ടിരിക്കുന്നതാണ് പ്രിഫറബിൾ. അല്ല, നിങ്ങൾ നോൺ വെജ് ശീലിച്ച് പോയിട്ടുള്ളവരാണെങ്കിൽ കൂടുതലും ഫിഷിലേക്ക് വരിക. മീറ്റ് ഐറ്റംസ് കുറയ്ക്കുക. പിന്നെ ഇപ്പോൾ നല്ല ചൂടൊക്കെയാണ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പം ജ്യൂസായിട്ടാണ് കുടിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാണ്ട് എന്താണ്, ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ ആ ഓറഞ്ച് നിങ്ങൾ ആ റോ ആയിട്ട് തന്നെ കുടിക്കുക. അതിലെങ്ങനെയാണോ ആ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞ് തന്നെ കുടിക്കുക. അധികം ഷുഗറൊന്നും ചേർക്കാണ്ട് കുടിക്കുക. പിന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാം. അതല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉപ്പോ പഞ്ചസാരയോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് കുടിക്കാവുന്നതാണ്.